ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരിയു ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഷാരി വരുവാട്ടോ. മോളെ എന്ന് പറഞ്ഞിട്ട് വരുവാണ്. പെട്ടെന്ന് തന്നെ സരിയു ചാടി എഴുന്നേക്കുവാണ്. എൻ്റെ മോള് വന്നോ? എൻ്റെ മോളെ കണ്ടോ? എവിടെയാ എൻ്റെ മോള് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല മോളെ, മോള് വന്നില്ല. മോള് വന്നില്ലെന്നോ? പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്? മാറി നിൽക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് ഷാരിനെ പിടിച്ച് തള്ളുവാണ് സരിയു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടുകട്ടോ. മോളെ മോളെ അമ്മയുടെ മോൾ എന്തിയേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോവാണ്. ആ സമയത്താണ് സരിയു ആ കാഴ്ച കാണുന്നത്. നമ്മുടെ കല്ലുമോനെ ദീപ അപ്പുറത്തിരുന്നിട്ട് വരാതെ നിന്നിട്ട് കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും കേട്ടോ. സരിയു അപ്പം അയ്യോ എൻ്റെ മോളല്ലേ അത്, എൻ്റെ മോള് തന്നെയാ അത്, എൻ്റെ മോളെടുത്തോണ്ട് പോയത് അപ്പോൾ ഇവരാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടി വേഗം തന്നെ കിരണിനെ കണ്ട് വീട്ടിലേക്ക് ഓടിക്കയറുവാണ്. അതിനുശേഷം ദീപയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ വേണ്ടി നോക്കുവാണ്. ആ സമയത്ത് അയ്യോ മോളെ കിരണേ, കല്യാണി ഓടിവാ എന്ന് പറഞ്ഞിട്ട് ദീപ വിളിക്കുക കേട്ടോ. കിരണും കല്യാണി ഓടി വരുവാണ്. എന്താ ഇവിടെ ചോദിക്കണേ? വിട് വിട്, അത് എൻ്റെ കുഞ്ഞാ കല്ലുമോൻ. ഇല്ല ഇല്ല, ഇത് എൻ്റെ മോളാ കൺമണിയാ, ഇങ്ങോട്ട് താ എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് കല്ലുമോനെ പിടിച്ച് പറിക്കുവാണ്. ആ സമയത്ത് അവിടേക്ക് രാഹുലും അതുപോലെ മനോഹറും കൂടി ഓടി വരുന്നുണ്ട്. എന്താ എന്താ മോള് ഒന്ന് ചോദിക്കുകയാണ് മനുവേട്ട. ദേ നമ്മുടെ മോളെ ഇവള് കൊണ്ടുവന്നിരിക്കുക, ഇവരെ നമ്മുടെ മോളെ തട്ടെടുത്ത് നമ്മുടെ മോളെന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ട, അയ്യോ മോളു ഇത് നമ്മുടെ മോളല്ല, ഇത് കല്ലുമോനാ, കിരണിനെ കല്യാണിയുടെ മോൻ എന്ന് പറയാണ്. ആ സമയത്ത് കിരൺ സരിയോട് പറയണ്ട്, സരിയു ഇത് നിന്റെ മോളല്ല, ഇത് ഞങ്ങളുടെ മോനാ. അതെ, നിന്റെ മോളെ കാണാതായിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ വേണം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ദേ നിൽക്കുന്നുണ്ടല്ലോ ഭഗാസുരൻ, ഇയാളെ ബാല്യം പോയി ക്വസ്റ്റ്യൻ ഇവർക്ക് അറിയായിരിക്കും നിന്റെ മോൻ എവിടെയാണെന്ന്. അയ്യോ എൻ്റെ മോൾ എവിടെ പോയി? അപ്പോൾ മനുവേട്ട നമ്മുടെ മോൾ എവിടെ പോയി മനുവേട്ട, നമുക്ക് നോക്കാം സരിയു എന്ന് പറഞ്ഞിട്ട് സരിയുനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. സരിയാങ്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തൊട്ടു പിന്നെ തന്നെ രാഹുൽ പോകുമ്പോഴേക്കും കിരൺ രാഹുൽ വിളിക്കണ്ട, അതെ താൻ അവിടെ നിന്നേടോ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എന്താ ചോദിക്കുമ്പോഴേക്കും എവിടെയിടോ തൻ്റെ കൊച്ചുമോളെ താൻ എവിടെയാണ് കൊണ്ടുപോയി ഒളിപ്പിച്ചത് എന്ന് പറയാണ്. അതിന് ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലെന്ന് പറയാണ്. എടോ അതിന് ഉത്തരവാദി താൻ തന്നെയാടോ. അതിൻ്റെ കൂടെ തൻ്റെ ഭാര്യ ഉണ്ടാകും, ചിലപ്പോൾ തൻ്റെ മരുമകൻ അവനും ഉണ്ടാവും. അവളവിടുന്ന് മറച്ചത് കാരണം സത്യമാണോ? ആ കുഞ്ഞ് തന്നെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിടോ? എടോ മനോഹര പോലത്തെ ഒരു ഫ്രോഡാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെങ്കിലും. തൻ്റെ മോള് തന്നെയല്ലേടോ ആ കുഞ്ഞിൻ്റെ അമ്മ. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാടോ ആ കുഞ്ഞെ കൊണ്ടേ കളഞ്ഞതെന്ന് ചോദിക്കുകയാണ്. മനോഹർ ഒരു ക്രിമിനലാണ്, ശരിയാണ്, തൻ്റെ മോളെന്താണോ ക്രിമിനൽ അല്ലേടോ എന്ന് ചോദിക്കുകയാണ്. ആ കുഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ വളർന്നു പോകുമായിരുന്നല്ലോ, എന്തിനാണ് ആ കുഞ്ഞെ കൊണ്ടേ കളഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും അല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോകുവാട്ടോ. രാഹുൽ പോയിക്കുമ്പോൾ കല്യാണി കിരണോട് ചോദിക്കണ്ട്, കിരണേട്ടാ അയാൾ തന്നെ ആയിരിക്കും കുഞ്ഞെ മാറ്റിയത്? അയാൾ തന്നെ ആവാനാ ചാൻസ്. കൂടെ അയാളുടെ ഭാര്യ ഉണ്ടാവും ഷാരി. പക്ഷെ മനോഹർ അതിൻ്റെ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം അവൻ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ലല്ലോ. പെമ്പിളരെ പറ്റി സ്വർണ്ണം എടുത്തോണ്ട് പോവാ, രണ്ട് കുഞ്ഞിനെ മാറ്റുന്ന സ്വഭാവമൊന്നും അവനില്ല. അപ്പോൾ ഷാരി സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കോ മനോഹർ ഒരു ഫ്രോഡാണെന്നും അറിയന്നെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ സത്യങ്ങൾ അറിഞ്ഞെന്ന് തന്നെയാണ് എനിക്ക് തോന്നണ കല്യാണി എന്ന് പറയാണ്. അതെ, അത് ശരിയാ, അവർ സത്യങ്ങളൊക്കെ അറിയാനാണ് ചാൻസ് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ അവർ മാറ്റിയിട്ടുണ്ടാവുമല്ലോ, ആ ഭിക്ഷാടകന് വന്ന ആളെ അവർ ഏർപ്പാടാക്കിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും അവരെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ, എന്തായാലും ആ കുഞ്ഞിനെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ കല്യാണി. ആ കുഞ്ഞ് നമ്മുടെ തുറുപ്പ് ചീട്ടാണ്. തുറുപ്പ് ചീട്ടോ എന്ന് കല്യാണം ചോദിക്കുമ്പോൾ അതെ തുറുപ്പ് ചീട്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നാളൊരു സമയത്ത് സരിയു സത്യങ്ങൾ അറിയും, മനോഹർ ഒരു ഫ്രോഡാണെന്ന് സത്യം. ആ സമയത്ത് അവളുടെ അടുത്ത് ആ കുഞ്ഞുണ്ടായിരിക്കണം. അവൾ ആ കുഞ്ഞിൻ്റെ മുഖം ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കണം. അതിനുവേണ്ടി ആ കുഞ്ഞ് വരണം. പക്ഷെ ആ കുഞ്ഞിനെ തുറുപ്പിച്ചിട്ടെന്ന് പറഞ്ഞ വേറെ ഉദ്ദേശത്തോടല്ല കേട്ടോ കല്യാണി. ആ കുഞ്ഞ് നമ്മുടെ താരാൻ്റെ മോള് കൂടിയിട്ടാണ്. സരുവിന് ആ കുഞ്ഞ് വേണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ ആ കുഞ്ഞിനെ, നമുക്ക് വളർത്തിയാൽ എന്താ ഒരു കുഴപ്പമുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ കുഞ്ഞിനെ വളർത്താം. പക്ഷേ താരാൻ്റെ ഇതിന് സമ്മതിക്കില്ല. അവൾക്ക് ആ കുഞ്ഞ് വേണ്ടെങ്കിലും താരാൻ്റെ പൊന്നുപോലെ ആ കുഞ്ഞെ വളർത്തും. താരാൻ്റെയും ആ കുഞ്ഞും നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. അവർക്കങ്ങനെ കുഞ്ഞെ വളർത്താൻ പറ്റാത്ത താരാൻ്റെക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ആ കുഞ്ഞെ ഏറ്റെടുക്കും. പോരെ? അത് മതി കിരണേട്ടാ. എന്തെങ്കിലും നമുക്ക് ഇന്ന് തന്നെ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങണം കല്യാണി. അതെ, നമുക്കൊന്ന് എസ്ഐനെ പോയിട്ട് കാണാം എന്ന് കിരൺ പറയാണ്. ശരി കിരണേട്ടാന്ന് കല്യാണി പറയണ്ട. അങ്ങനെ അവർ നേരെ പോകുന്നത് എസ്ഐൻ്റെ അടുത്തേക്കാണ്. എസ് എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എസ് പറയണ്ട്, ഈ കുഞ്ഞിനെ കാണാതായപ്പോൾ ഞാൻ ആ രാഹുൽ എന്ന് പറഞ്ഞ ആളത്ത് ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ വേണ്ടി പറഞ്ഞാണ്. അയാളെ കംപ്ലൈൻറ്റ് എഴുതി തരാൻ വേണ്ടി പോലും സ്റ്റേഷനിലേക്ക് വന്നില്ല. അത് അറിയുമ്പോൾ അത് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. ഇതിനെ പിന്നിൽ അയാൾ തന്നെ ആവാനാ ചാൻസ് എന്ന് പറയുമ്പോൾ അതെ, ആ കുഞ്ഞ് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയാണ്. അല്ല, ഈ രാഹുൽ എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്കും കിരൺ സാറിനെയും മേഡത്തിനെയും കിരൺ സാറിൻ്റെ അച്ഛനും അമ്മനെയൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്ത ആളല്ലേ? പിന്നെ അയാളുടെ കുഞ്ഞ് അന്വേഷിക്കാൻ നിങ്ങൾ തന്നെ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ പുറകിലൊരു കഥ
അതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ടെന്ന് കിരൺ പോലീസിനോട് പറയണം. പോലീസ് ചോദിക്കണം, ആഹാ ഇനിയും കഥകളുണ്ടോ? അതെ സർ, ഇനിയും കഥകളുണ്ട്. അതൊക്കെ സാറിന് ഒരു സമയമാകുമ്പോഴേക്കും പറയാം. ഏതായാലും ആ കുഞ്ഞ് എവിടെയാണുള്ളതെന്നൊന്നും കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സഹായിക്കും. അതിന് സാറിന്റെ അമ്മയുണ്ടല്ലോ രൂപ മാഡത്തിനോട് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് ജസ്റ്റ് ഒന്ന് എഴുതി തരാൻ പറ. ഞാൻ ഇപ്പം തന്നെ വിവരങ്ങളൊക്കെ എല്ലാ സ്റ്റേഷനിലും പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ശരി സർ എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും അവിടെ നേരെ പോവാട്ടോ. പോണ സമയത്ത് ചെറിയൊരു തട്ടുകട കാണുവാണ്. അപ്പൊ കിരൺ പറയണ്ടേ, കല്യാണി നമുക്കൊന്ന് ഇവിടെ ഇറങ്ങാം, ഒന്ന് അന്വേഷിക്കാം. എന്തായാലും ഒരുപാട് തമിഴ്ക്കാരൊക്കെ ഇവിടെ ഭിക്ഷാടനത്തിന് വരുന്ന സ്ഥലമാണ്. അപ്പൊ കുഞ്ഞ് അവരുടെ അടുത്ത് എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ എന്ന് പറയാണ്. ശരി കേട്ടാന്ന് കല്യാണി പറയണ്ട. അങ്ങനെ രണ്ടുപേരും അവിടെ ഇറങ്ങുവാണ്. അവിടെ ചെറിയൊരു തട്ടുകട കാണുന്നുണ്ട്. ആ തട്ടുകടയിൽ കിരണും കല്യാണിയും കേട്ട് 2 ഓംലേറ്റ് എന്ന് പറയാണ്. ശരി സർ എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനത്തെ അയാൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ പോവാട്ടോ. കിരൺ പറയണ്ടേ, എന്തായാലും ആ കുഞ്ഞെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. കാണാതായിട്ട് ഇത്രയും സമയമായ സ്ഥിതിക്ക് ചിലപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ കടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കുഞ്ഞെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല കല്യാണി. അതുകൊണ്ട് ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ തമിഴനുണ്ടല്ലോ, ആ ഭിക്ഷാടകൻ, അയാൾ ആ വഴി വരുവാട്ടോ. ശേഷം ഒരു കയ്യിലൊരു പാൽക്കുപ്പിയുണ്ട്. ഈ കടക്കാരൻ്റെ കയ്യിലേക്ക് ആ പാൽക്കുപ്പി കൊടുക്കുവാണ്. അതെ, കുറച്ച് പാല് വേണമായിരുന്നു, എൻ്റെ മോളുടെ കുഞ്ഞിനെ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞിട്ട് ആ പാൽക്കുപ്പി കടക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. പൈസ ഉണ്ടോളോ എന്ന് ചോദിക്കുകയാണ്. ആ പൈസയൊക്കെ ഉണ്ടെന്ന് പറയണം. എപ്പോഴത്തെ പോലെ പൈസ ഇല്ലാതെ തരത്തില്ല കേട്ടോ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 50 രൂപ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞാൽ പാലെടുക്കുന്നുണ്ട്. അപ്പോൾ കിരണും കല്യാണികളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലുകുപ്പിയിൽ പാല് നിറച്ചതിന് ശേഷം കടക്കാരൻ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അയാൾ ആ പാലുകുപ്പിയായിട്ട് മേടിച്ചുകൊണ്ട് പോവാണ്. ആ കടക്കാരൻ പറയണോ, എവിടെ നിന്നാണാവോ ഒരു കുഞ്ഞെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ കടക്കാരിങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് കടക്കാരനോട്, അല്ല അയാളെ അറിയാവോ? ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ്. ഇപ്പം ഈ നാടോടികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരാറുണ്ടല്ലോ സർ, അവരുടെ സീസണാണല്ലോ ഇപ്പോൾ. 2-3 മാസം ഇവിടെ നിൽക്കും, പിന്നെ അവർ തമിഴ്നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. ഇപ്പം 2 ആഴ്ചയായിട്ട് അവർ ഇവിടെ തന്നെയുണ്ട്. ഇപ്പം എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇന്ന് രാവിലെ മുതൽ ഒരു കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കാണുന്നുണ്ട്. ഒരു നല്ലൊരു കുഞ്ഞ്. ആരുടെ കുഞ്ഞാണോ എന്തോ എന്നൊക്കെ കടക്കാരൻ പറയാണ്. ആ സമയത്ത് കിരണും കല്യാണും പരസ്പരം പറഞ്ഞ, ആ കുഞ്ഞ് നമുക്കത് പോയാലോ, ചിലപ്പോൾ നമ്മുടെ കൺമണിയാണെങ്കിലോ. അതെ സർ, ഓംലേറ്റ് വേണ്ടേ, ഞങ്ങൾ അപ്പം ഇപ്പം വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും അവിടെ നിന്ന് വേഗം പോവുകയാണ്. അയാൾ എവിടെ നിൽക്കണമെന്ന് അറിയാവോ? ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പില്ലേ, അവിടെയാണ് ഇപ്പോൾ അവർ നിൽക്കണത്. ശരി എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും നേരെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അവിടെ പോകുമ്പോഴേക്കും അയാൾ ആ പാലുകുപ്പിയായിട്ട് അയാളെ ഭാര്യ ഉണ്ട് അടുത്ത് തന്നെ. അയാളുടെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ഭാര്യയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. ഇന്ന് ആ പാല് കിട്ടിയടി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കിരണും കല്യാണം അങ്ങോട്ടേക്ക് എടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് കിരൺ ചോദിക്കണ്ടേ, ആരുടെ കുഞ്ഞാടാ ഇത് എന്ന് പറയുമ്പോൾ, അതെ ഇത് എൻ്റെ കുഞ്ഞാണ് എന്ന് ആ ഭിക്ഷാടകൻ പറഞ്ഞു. നിന്റെ കുഞ്ഞോ? ഈ പ്രായത്തിൽ നിനക്ക് ഇത്രയും ചെറിയ കുഞ്ഞോ? എൻ്റെ അല്ല, എൻ്റെ മോളുടെ കുഞ്ഞാണെന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി ഇങ്ങനെ കുഞ്ഞ് താന്ന് വേണ്ടി തട്ടിപ്പറിച്ച് വാങ്ങിക്കാട്ടോ. അയ്യോ കിരണേട്ടാ, ഇത് നമ്മുടെ കൺമണി മോളാ എന്ന് പറയാണ്. അപ്പോഴേക്കും കിരണം നോക്കുകയാണ്. ശരിയാണല്ലോ എടാ എന്ന് പറയുമ്പോഴേക്കും എടി സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഭിക്ഷാടകനും ഭാര്യയും കൂടി ഓടിപ്പോകാട്ടോ. അതിനുശേഷം കല്യാണി പറഞ്ഞിട്ട്, ഭാഗ്യമുള്ള കുഞ്ഞാ, നമുക്ക് എന്തായാലും കിട്ടിയല്ലോ കിരണേട്ടാ, വലിയ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി ആ കൺമണിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ. അതിൻ്റെ കൂടെ ഒരു ഭാഗം കൂടി ഉണ്ട്. അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശ് സ്വപ്നങ്ങൾ കാണാണ്. ഇപ്പോൾ ഒരു പുതിയ ലക്ഷ്മിയെ കണ്ടില്ലേ, ആ ലക്ഷ്മിയുടെ ഡാൻസ് കളിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.